ഹലോ ഫ്രണ്ട്സ്, ഞാനേ ഒരു മൂവി റെക്കമെൻഡേഷൻ സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കാണുന്ന മൂവീസിൽ നല്ല മൂവീസ് നിങ്ങൾക്ക് കൂടി ഒന്ന് സജസ്റ്റ് ചെയ്ത് തരാം. അതിനകത്ത് ആദ്യത്തെ മൂവിയുടെ റിവ്യൂ ആട്ടോ ഇത്. ശരിക്കും ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പ്രത്യേകിച്ചും മലയാളവും തമിഴും. രാക്ഷസൻ, FIR, ക്രൈം ഫയല്, മേഘസന്ദേശം, ആകാശഗംഗ, ഇതൊക്കെ ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാ സത്യം. പക്ഷെ ഞാൻ ഈ സിനിമകളൊക്കെ ഇരുന്ന് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് റോബിസൺ എൻ്റെ അടുത്ത് പറയും, നിനക്ക് വേറെ ഒരു സിനിമയില്ലേ കാണാനായിട്ട്, ഇതിലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എത്രയോ മൂവീസ് ഉണ്ട്. അങ്ങനെ പുള്ളി 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് കാണുന്നു പറഞ്ഞ് ആളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ കണ്ട ഒരു ഹോളിവുഡ് സിനിമയാണ് ഡേവിഡ് ഫിഞ്ചറിന്റെ 7. 2 ഡിറ്റക്റ്റീവ്സ് ചേർന്ന് അന്വേഷിക്കുന്ന ഒരു സീരിയൽ കില്ലർ സ്റ്റോറിയാണ് 7. എന്നാൽ ആ കില്ലറും ആ മർഡേഴ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. ഒരു സീരിയൽ കില്ലിംഗ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. അത് ശരിക്കും ഈ സിനിമയുടെ തുടക്കം തുടങ്ങി അവസാനം വരെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഫസ്റ്റ് തോന്നിയ ഒരു പോസിറ്റീവ് കാര്യം. ഇതിൽ ഡിറ്റക്റ്റീവ്സ് ആയിട്ട് സോമസൻ അതുപോലെ മിൽസ് എന്നീ കഥാപാത്രങ്ങളായിട്ട് വരുന്ന മോർഗൻ ഫ്രീഡ്മാൻ ആൻഡ് ബ്രാഡ് പിറ്റ്, ഈ 2 പേരുടെ ആക്ടിങ്ങും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും ഈ കഥയെ ഒരു ലെവല് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ കഥയിലെ സീരിയൽ കില്ലറും മർഡേഴ്സും തമ്മിൽ ഒരു ബിബ്ലിക്കൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇതിലെ നായകന്മാരോട് കൂടെ തന്നെ പറയേണ്ട പേരാണ് കെവിൻ സ്പേസി നെഗറ്റീവ് റോള് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴാണ് ആളെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതെങ്കിലും ആ കുറച്ച് സമയത്ത് ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലെ എനിക്ക് ആകെ ഒരു നെഗറ്റീവ് തോന്നിയത്, ഇത് ഒരു സ്ലോ ബേൺ മൂവിയാണെന്ന് പറയാം. അതായത് ഇത് കാണാൻ കുറച്ച് പേഷ്യൻസ് വേണം, നമ്മൾ ടൈം എടുത്ത് അങ്ങനെ കണ്ടാലാണ് നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതൊഴിച്ചാൽ ഇത് നല്ലൊരു സിനിമയാണ്, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, എല്ലാവരും കാണണം.